നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 27 തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിനായിട്ട് വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ മീനമാസം 13 തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 6 തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. വ്യാഴാഴ്ച ദിവസം സൂര്യദേവൻ ഉദിച്ചു വരുന്ന സമയം തിരുവനന്തപുരം സമയം വെച്ച് പറയുമ്പോൾ 6:26 അതായത് 6:26 വ്യാഴാഴ്ച ദിവസം രാവിലെ 6:26 സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ തൻ്റെ പോഷക സമൃദ്ധമായ സമ്പുഷ്ടമായ പ്രഭാത കിരണങ്ങളുമായി ഉദിച്ചു വരുന്നത് 6:26 എന്നുള്ള സമയത്താണ്, രാവിലെ 6:26. തുടർന്ന് ത്രയോദശിയിൽ കൂടി യാത്ര ചെയ്ത് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ എത്തിച്ചേർന്ന് അസ്തമിക്കുന്ന സമയം വൈകുന്നേരം 6:29. അപ്പോൾ സൂര്യദേവൻ അസ്തമിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം 6:29 ആണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം ചതയ നക്ഷത്രമാണ്. ഉദയാൽപര നക്ഷത്രം ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ 2:31 അവസാനിക്കുന്നത് വ്യാഴാഴ്ച അർദ്ധരാത്രി 12:35. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചതയ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. വ്യാഴാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ചതയ നക്ഷത്ര പ്രകാരമുള്ള അനുകൂലമായ അനുഭവങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും സാധാരണ അനുഭവങ്ങളുമായിരിക്കും വന്നു ചേരുക. അതായത് ചതയ നക്ഷത്രം കൂടുതൽ സ്വാധീനിക്കുന്നവർക്ക് നല്ല രീതിയിൽ അനുകൂലമായി സ്വാധീനിക്കുന്നവർ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങളും പ്രതികൂലമായി സ്വാധീനിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളും സമ്മിശ്രമായി സ്വാധീനിക്കുന്നവർക്ക് സാധാരണ ഒരു സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ചതയ നക്ഷത്രപ്രകാരം ഏറ്റവും കൂടുതൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ മകയിരം, തിരുവാതിര, ചോതി, വിശാഖം, അവിട്ടം, മൂലം, ഉത്രാടം. ഈ 7 നാളുകാരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കുക. അവർക്ക് മനസ്സിനും ശരീരത്തിനുമൊക്കെ സന്തോഷമുള്ള നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന അനുഭവങ്ങളായിരിക്കും ഈ നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം ചതയ നക്ഷത്രപ്രകാരം ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. ഏതൊക്കെ നാളുകാർക്കാണ്? മകയിരം, തിരുവാതിര, ചോതി, വിശാഖം, അവിട്ടം, മൂലം, ഉത്രാടം. വ്യാഴാഴ്ച ദിവസം ചതയ നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരുണ്ട്. അവരെ കുറിച്ചുകൂടി ചിന്തിക്കാം. ഏതൊക്കെ നാളുകാരാണെന്ന് നമുക്ക് ചിന്തിക്കാം. പുണർതം, പൂയം, ആയില്യം, തിരുവോണം, പൂരാടം, തൃക്കേട്ട എന്നീ നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ചതയ നക്ഷത്രപ്രകാരം വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വെറുതെ ആരെങ്കിലും ഒന്ന് പരിഹസിക്കുകയോ നിന്ദിക്കുകയോ അല്ലെങ്കിൽ മനസ്സിനും വിഷമമുണ്ടാകുകയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു അഭിപ്രായത്തിന് വില കൽപ്പിക്കാതിരിക്കുകയോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, ദുഃഖിക്കാതിരിക്കുക. അപ്പോൾ പ്രതിസന്ധിയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകാർ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നും പറയുന്നുണ്ട്. ഇനിയും വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച രാവിലെ 6:26 മുതൽ 9:26 വരെയുള്ള 3 മണിക്കൂർ സമയം ശുഭസമയമാണ്. ആ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:26 മുതൽ 9:26 വരെയുള്ള സമയം ശുഭസമയമാണ്. 3 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ഈ സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നീട് 10:56 മുതൽ ഉച്ച കഴിഞ്ഞ് 1:56 വരെയുള്ള സമയവും 3 മണിക്കൂർ സമയമുണ്ട്. ഈ കാലയളവിൽ ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. കഴിവതും ശുഭകാര്യങ്ങളൊക്കെ ഈ സമയത്ത് തന്നെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകുമെന്നാണ്, ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ശുഭസമയങ്ങൾ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി നോക്കുമ്പോൾ 27 ഒറ്റസംഖ്യകളും 9 വരെ. അപ്പോൾ ഏതൊരു മാസം 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ 18ഉം 27ഉം ഒക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 9 വരും. അപ്രകാരമുള്ളവർക്ക് അനുകൂലമായ ദിവസമാണ്. കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ AIJQY എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരെ തേടി വരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷ പ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അനുകൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ദിവസവും വീഡിയോ കാണണം. അടുത്ത ദിവസം മുതൽ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കണ്ടു പോവുക.
അപ്പോൾ അത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം വ്യാഴാഴ്ച ചതയ നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. വ്യാഴാഴ്ച ദിവസം ധനനേട്ടമുള്ള നാളുകാർ അവിട്ടം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം എന്നീ നാളുകാർക്ക് ധനപരമായ നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാം. ധനപരമായ കാര്യങ്ങൾ വിജയിക്കുന്ന ദിവസമാണ്. കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാർക്കാണ് വ്യാഴാഴ്ച ദിവസം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ലോട്ടറി ഭാഗ്യമാണ്. ലോട്ടറി ഭാഗ്യം ചിന്തിക്കാം. വ്യാഴാഴ്ച ദിവസം ചതയ നക്ഷത്രമാണ്. ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽനാളുകാർക്ക് പ്രതീക്ഷിക്കാം. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം കാൽനാളുകാർക്ക് പ്രതീക്ഷിക്കാം. തുലാക്കൂറിൽപ്പെട്ട ചിത്ര, രണ്ട് പാദം, ചോതി, വിശാഖം മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ, അത്തം, ചിത്ര, രണ്ട് പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ, രണ്ട് പാദം, ചതയം, പൂട്ടാതി മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസം മേടക്കൂറുകാർക്ക് ലോട്ടറി അടിച്ചെന്ന് കമൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ഇത്രയും നാളുകാർ ലോട്ടറി എടുക്കുക. ഇവരിൽ ആർക്കെങ്കിലും ഈ നക്ഷത്ര ജാതകർക്ക്, ഈ പറഞ്ഞ ഈ കൂറുകളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് എന്തായാലും ലോട്ടറി അടിക്കും. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവർക്കായിരിക്കണമെന്നില്ല. കാരണം എന്നും പറയുന്ന പോലെ ഒരു നക്ഷത്രത്തിൽ ഒരുപാട് ജാതകരുണ്ടല്ലോ. അതുകൊണ്ട് ഭാഗ്യദേവ തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്ക് കിട്ടി. അപ്പോൾ അവർ കമൻറ്റ് ചെയ്തു. അപ്പോൾ അതുപോലെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.